ഹെൽമെറ്റിനെ കൊണ്ട് മുടി പോകുന്നു, മുഖത്ത് പിമ്പിൾ വരുന്നു എന്നുള്ള കംപ്ലയിൻസ് ആണ് അവർക്ക് ഡെയിലി പറയാനുള്ളത്. അപ്പോൾ ഈ ഹെൽമെറ്റ് വെക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്കിൻ കെയർ, ഹെയർ കെയർ ടിപ്സ്. ഡോക്ടറിന്റെ ടിപ്സ് ഭയങ്കര വൈറലാണ്. ഈ നമ്മളെ കഴിഞ്ഞ സ്കിൻ കെയർ വീഡിയോക്ക് 2 മില്യൺ അടിക്കാറായി. അയ്യോ ഞാൻ പറയാം, ഈ ഹെൽമെറ്റ് ഇപ്പം നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കി അപ്പം ഫൈൻ വരും. അതെ. ഓക്കെ, സോ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം. ഒരു കോട്ടൺ ടവൽ തലയിൽ കെട്ടുന്നത് വളരെ ഉചിതമായിരിക്കും. ഇതിലേക്കാരേറെ ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ട് മുടി പോകുന്നില്ല, കുറേ പേര് തൊപ്പി ഉപയോഗിക്കുന്നുണ്ട്. ചിലവർ ഇനീഷ്യലി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മുടി പോയി എന്നുള്ളൊരു ഫീല് വരും. മുസ്ലിം ലേഡീസ് ടൈറ്റായിട്ട് സ്കാർഫ് ചെയ്യുന്ന തെറ്റല്ല, ടൈറ്റായിട്ട് സ്കാർഫ് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രശ്നമാണ്. അപ്പം ഈ തൊപ്പി ഇടുമ്പോഴെന്താ വെച്ചാൽ ആക്ച്വലി നമ്മളുടെ ഹെയറിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ കൂടുകയാണ്. ആ ഒരു പയ്യൻ അവൻ്റെ 25കളിൽ തൊപ്പിയിൽ അടിമപ്പെട്ടു. നമ്മൾ കാണുകയാണ്, നമ്മൾ എന്നും തൊപ്പിയിട്ട് നടക്കുന്നവരുണ്ട്, ഷോപ്പിലായിക്കോട്ടെ എവിടെ പോയാലും തൊപ്പിയിട്ട് നടക്കുന്നവർ. സോ അത് മുടി ഉള്ളത് കൊണ്ടല്ല, മുടി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ അടിമപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ വെച്ചാൽ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുന്നു. ഇവിടെ കേരളത്തിൽ എന്താണ്, ഭയങ്കര ചൂടാണ്. കേരളത്തിൽ ചൂടാകുമ്പോഴത്തെന്താവും, അവിടെ സ്വെറ്റ് വന്നിട്ട് അവിടെ ഒരു അന്തരീക്ഷം സ്കാൽപ്പ് ഡേർട്ടിയായി വളരെയധികം ഡേർട്ടി ആവുന്നതിന്റെ ഭാഗമായിട്ട് ചൂട് കയറുന്നു, മുടി കൊഴിയാൻ തുടങ്ങും. അപ്പോൾ 25ലുള്ള വ്യക്തി ചിലപ്പോൾ 40ലോ 45ലോ കഷണ്ടി ആവേണ്ടവൻ ഈ പറയുന്ന ഒരു 2 കൊല്ലം കൊണ്ട് കഷണ്ടി ആവും. സ്ഥിരമായിട്ടേ, ഇടയ്ക്ക് ഇങ്ങനെ തൊപ്പി വെച്ച് നടക്കുന്നതിൻ്റെ അതല്ല ഞാൻ പറയുന്നത്. തൊപ്പിയിൽ അടിമപ്പെടുന്ന ഒരുപാട് പേര് നമ്മളെ ചുറ്റുമുണ്ട്. മായാനദിന്ന് സിനിമയിൽ ടൊവിനോ തൊപ്പി വെച്ചുകൊണ്ട് മാത്രം ഇപ്പോഴും തൊപ്പിയിട്ട് നടക്കുന്ന ആമ്പിള്ളേരുള്ള സ്ഥലമാണ് കേരളം. ഞാൻ എല്ലാവരോടും പറയും, ഞാൻ ഫസ്റ്റ് എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പി ഉപേക്ഷിപ്പിക്കുക. ഓക്കെ. തൊപ്പി ഇട്ടാണ്ട് നിന്നോ മുടി വരും. ഞാൻ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മുടി വരും. പക്ഷെ തൊപ്പി വെച്ചോ ഹെൽമെറ്റ് ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനെ എപ്പോഴും ക്ലിയർ ചെയ്യണം. ഓക്കെ. സ്കാൽപ്പിനെ വൃത്തിയാക്കി വെക്കണം. സ്കാൽപ്പിനെ വൃത്തിയാക്കുക എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് ഷാമ്പു യൂസ് ചെയ്യുക. നിർബന്ധമായിട്ട് താരനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. മെഡിക്കേറ്റഡ് ഷാമ്പു യൂസ് ചെയ്യുക എന്നുള്ളത്. കീറ്റോകോണോസൽ, ബേസിക്കലി കീറ്റോകോണോസൽ, പൈറുത്തീൻ എന്നെല്ലാം പറഞ്ഞ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. പിന്നെ മുടി കൊഴിച്ചിലുണ്ട് എന്നുള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കോസ്മെറ്റിക് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട് ഹെയറിന്റെ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. PRP, GFC പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. സ്കിൻ കെയർ എന്താ വരുന്നതെന്ന് വെച്ചാൽ അൺഹൈജീനിക് ആണ് ഈ ഹെൽമെറ്റ്. നമ്മളുടെ വേർപ്പ് അവിടെ എന്നും ഉണ്ട്. ആ വേർപ്പ് ഇട്ടിട്ട് നമ്മളിത് വെക്കുമ്പോഴാണ് നമ്മുടെ മുഖത്ത് ഈ പറയുന്ന പലതരത്തിലുള്ള അതിൽ അണുക്കളുണ്ട്. ആ അണുക്കൾ വരുമ്പോൾ ബാക്ടീരിയാസും അതേപോലെ ഫംഗസും ഇതൊക്കെ വന്നിട്ടാണ് നമ്മുടെ മുഖത്തിന്റെ സ്കിൻ പോകുന്നത്. സോ ക്ലെൻസ് ചെയ്യുക, ഹെൽമെറ്റ് ഇടക്കൊന്ന് വെയിലത്തൊക്കെ വെക്കുക, പേഴ്സണൽ ഹൈജീൻ കൂട്ടുക. അപ്പോൾ ഒരാൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് വേറൊരാൾ ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? അത് ഉപയോഗിക്കാനാവില്ല. ഒന്ന് അതിന്റെ നാറ്റം കാരണം ആർക്കും വെക്കാനാവില്ല. പക്ഷെ ഉപയോഗിക്കുന്നവരുണ്ട്, ആവുന്നത് ഉപയോഗിക്കാതിരിക്കുക.